വല്ലാഹു അഹദ് എന്ന സൂറത്ത് ആരെങ്കിലും ഓതിയാൽ അശറ മർറാത്ത്, ഒരു 10 പ്രാവശ്യം ഓതിയാൽ മതി. എന്നാൽ തന്നെ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ആ ഒരു 10 പ്രാവശ്യം ഓതിയത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് അവനക്ക് ഒരു കൊട്ടാരത്തെ പണിത് റെഡിയാക്കി വെക്കും. ഇത് പറഞ്ഞപ്പോഴേക്കും ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഇതൻ അസ്തകിസിറു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് പറഞ്ഞതിൽ 10 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം ഓതിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം എന്നാണോ? അപ്പൊ ഞാൻ ധാരാളം അധികരിപ്പിക്കുകയാണെങ്കിലോ 20 എണ്ണം ഓതിയാൽ 2 കൊട്ടാരം കിട്ടുമോ? 30 എണ്ണം ഓതിയാൽ 3 വീട് കിട്ടുമോ? 40 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ് ഓതിയാൽ 4 കൊട്ടാരം കിട്ടുമോ? ഉടനെ തന്നെ നബി തങ്ങൾ മറുപടി കൊടുത്തു, അന്നാര ഉമറെ, അല്ലാഹു അക്ബർ വ അത്യബ്, അല്ലാഹു ധാരാളമുള്ളവനാണ്, അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അള്ളാഹു മാന്യനാണ്, അതൊന്നും അള്ളാഹുവിനക്ക് പ്രയാസകരമല്ല, നീ ഓതിക്കോ അത്രത്തോളം കിട്ടുമെന്ന്. എത്ര പേര് 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ നമുക്ക് വേണ്ട സമയം? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദിന് മെരുത് പറഞ്ഞു കുല്ലു കുഫുവൻ അഹദ്, 1/2 മിനിറ്റ് മതി ഒരു ഖുൽ ഹുവല്ലാഹു ഓതാൻ. അതും വേണ്ട, ഒരു 10 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം നമുക്ക് വേണ്ടി പണിയപ്പെടുമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളും നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ദിക്റുകളും ഖുർആൻ സൂറത്തുകളും നമ്മളൊന്ന് തുലനം ചെയ്യാം. മറ്റുള്ള ചർച്ചകൾ, മറ്റുള്ള ഇടപെടലുകൾ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കമന്റുകൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രതികരണങ്ങൾ, അതായിരിക്കും കൂടുതൽ. ഞാൻ പറഞ്ഞതൊരു 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതിയാൽ കിട്ടുന്ന മഹത്വം ഇതാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇനി സുഖല്ല കിടക്കുകയാണ്, ഞാൻ അങ്ങ് എത്തിയിട്ടുണ്ട്, രോഗത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിച്ചാൽ, അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അവൻ മരിക്കണ സമയത്ത് ലം യുഫ്തൻ ഫീ ഖബരിഹി, മരിക്കണ സമയത്ത് ഓതിയാൽ ഖബറിൽ അവനക്ക് ഫിത്ന ഉണ്ടാവില്ല, പരീക്ഷിക്കപ്പെടില്ല. വമിന മിൻ ലഗ്തത്തിൽ ഖബർ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടും. വഹമലത്തുൽ മലായികതു ബിഅകുഫിഹാ ഹത്താ തുജീസുഹു സിറാത്ത് ഇലൽ ജന്ന, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകളിൽ ഇവനെ ചുമന്ന് സിറാത്ത് പാലം കടത്തി സ്വർഗത്തിലേക്ക് ഇവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് മരണമാസന്നമായ രോഗസമയത്ത് ചൊല്ലിയാലാണ്. സൂറത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റുകളുടെ ഫളലുകളൊക്കെ പറയേണ്ടായ കാരണം കുറേ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് പകർത്താൻ തോന്നും, പകർത്തണം, ജീവിതത്തിൽ പകർത്തണം. ഓരോ സെക്കൻഡുകളും വളരെ നമുക്ക് വിലപ്പെട്ടതാണ്. ആ സമയങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ദിക്റിലായി കഴിഞ്ഞാൽ വലിയ ഫളല്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും മനഃപ്പാടമുള്ള ചെറിയ സൂറത്ത് അധികരിപ്പിക്കുക. ഇവണ്ടാകുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അധികരിപ്പിക്കുക. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും, അവർക്കാണ് അല്ലാഹു ഒക്കെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. ആർക്ക്? കുറേ. വദ്ദാകിരീനല്ലാഹ കസീറൻ, കുറച്ച് പോരാന്നാ. ഖുർആൻ ദിക്റിനെ പറ്റി പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് കസീറന്നാണ്. ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫൻതസിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ, ധാരാളം ധാരാളം. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറ, ധാരാളം. അപ്പൊ ഈ ധാരാളം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദിക്ർ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ധാരാളം എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ധാരാളം എന്ത് ചെയ്യുക, നമ്മൾ അധികരിപ്പിക്കുക, എപ്പോഴും അധികരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുക. കുറച്ച് ചെല്ലാൻ പോരാന്നർത്ഥം, അധികരിപ്പിക്കണം, ദിക്റുകൾ അധികരിപ്പിക്കണം. ഇവിടെ നമ്മുടെ സ്ത്രീകൾക്ക് ദിക്റുകൾ ഉള്ളത് നമ്മൾ ചൊല്ലുന്നത് കണ്ടിട്ടെങ്കിലും അവർക്കൊരു പ്രചോദനം, അവർക്കൊരു മാതൃകയാവണം. ഖുർആൻ പഠിപ്പിച്ചതാണ്. മഅ്മൂമീങ്ങൾക്ക് തന്നെ ഇമാമാക്കണേ എന്നല്ല, അത് ഏത് മൂല്യാർക്കും ആർക്കും ഇമാം വെക്കാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മഅ്മൂമീങ്ങൾക്ക് ഇന്ന ഇമാമാക്കണേ എന്നൊരു ദുആ ഖുർആനില്ല. അതാർക്കും നിൽക്കാം, ആർക്കും ഇമാം വെക്കാം. മഅ്മൂമീങ്ങൾക്കുള്ള ഇമാം ആർക്കും നിൽക്കാം. പക്ഷെ ഖുർആൻ പഠിപ്പിച്ചൊരു ദുആ എന്താ, എന്നെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ, വജഅൽനാ ലിൽ മുത്തഖീന. അത് കുറച്ച് പണിയാണ്. ഓരോരുത്തരും ദ്വാരക്കേണ്ട ദ്വാരം വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഏറ്റവും തെക്കുവള്ളവർക്ക് ഞാൻ ഇമാമായിക്കണം. അതായത് ഏറ്റവും തെക്കുവള്ളവർക്ക് ഞാൻ മാതൃകയാവണം, മോശപ്പെട്ട ആൾക്കാർക്ക് ഞാൻ മാതൃകയാകണം എന്നല്ല. തെക്കുവയുള്ള ആളുകൾക്ക് ഞാൻ അവരെക്കാളും വലിയ തെക്കുവയും സൂക്ഷ്മതയ്ക്ക് എനിക്ക് വേണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഞാൻ റോൾ മോഡലാവണം. ഓരോരുത്തരാണെന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം, ധാരാളം അധികരിപ്പിക്കണം, കുറച്ച് പോരാന്നർത്ഥം. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്ർ ഇന്ന് മാത്രം നിർത്തരുത്. അപ്പോഴേ നമുക്ക് നാളെ നഷ്ടപ്പെട്ട സമയങ്ങളെ പറ്റി ഖേദിക്കുന്ന സമയം
ആദ്യമായി മനുഷ്യൻ സ്വർഗത്തിൽ കയറിയാൽ ഇന്നമായ തഹസ്സർബിന് ആദം റബ്ബ, അള്ളാഹുവിനെ ഓർക്കാത്ത സമയങ്ങളെ പറ്റിയാണ് മനുഷ്യൻ സ്വർഗത്തിൽ സങ്കടപ്പെടുക എന്ന് ഹദീത്താണ് കേട്ടോ. സ്വർഗത്തിൽ കടന്നാലും സങ്കടം ഉണ്ടാവില്ല, ഒക്കെ സന്തോഷമാണ്, സ്വർഗത്തിലൊക്കെ ഹാപ്പിനെസ് ആണ്. എന്നാൽ പോലും ദിക്ർ നടക്കാത്ത സന്ദർഭങ്ങളെ പറ്റി സ്വർഗത്തിൽ അവനക്ക് ആദി ഉണ്ടാകും, ദുഃഖം ഉണ്ടാവും. കാരണം സമയം വെറുതെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ വളരെ സിമ്പിളായി കാണുന്ന, ചെറുതായി കാണുന്ന പല കാര്യങ്ങളും വലിയ ഫضലുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം ഒഴിവുണ്ടാകുമ്പോൾ ചൊല്ലന്നെ വലിയ ഫضലുള്ള ദിക്റാണ്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലിയ ഫضലാണ്. വെറുതെ ചുമ്മാ സ്വലാത്ത് വലിയ ഫضലാണ്. ഒഴിവുണ്ടാകുമ്പോഴേക്ക് നമ്മൾ ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല, ദിക്ർ കൊണ്ട് നാവ് എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകൊണ്ട് നിൽക്കണം. ഉണങ്ങാൻ പാടില്ല, തൊള്ള വറ്റാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല, ദിക്ർ കൊണ്ട് നനഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വസിയത്ത് ഈ നബിയെ എന്ന് നബിതങ്ങളെ കൈ പിടിച്ച് സങ്കടപ്പെട്ടൊരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരി, എനിക്ക് എന്നോട് പറഞ്ഞുതരല്ലതേ, എൻ്റെ നാവ് വറ്റരുത്, എൻ്റെ തൊള്ള ഉണങ്ങരുത്. റത്തുബൻ എപ്പോഴും ഇങ്ങനെ നനഞ്ഞത് പൂലുള്ളതായിരിക്കണം, നാവ് എൻ്റെ തൊള്ള എപ്പോഴും പൂലുണ്ടാവണം, തുപ്പൽ കൊണ്ട് ഇങ്ങനെ പൂല് നിറയണം. എന്തിന്? വിധിക്കില്ല, ദിക്ർ ചൊല്ലി ചൊല്ലി ഉണങ്ങാൻ പാടില്ല. ഇതാണ് വിശ്വാസം ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മരിക്കണ സമയത്തും ആ ദിക്ർ അവൻ്റെ കൽബിൽ വരും. നാവ് കൊണ്ട് ചെല്ലാൻ കഴിയാത്തൊരു സമയമുണ്ട്. കക്കൂസിൽ ഒരാൾ അറ്റാക്കായി വീഴുകയാണ്, ഓനക്ക് ഉറപ്പായി ഞാൻ മരിച്ചാണ്. ഇത് കക്കൂസല്ല വെച്ചിട്ട് ഓനെ കരിമലാക്കാൻ പറ്റുമോ? എന്നാൽ കക്കൂസിൻ്റെ ദിക്റെല്ലാം പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. എന്താ ചെയ്യുക? ഈ കക്കൂസിന്ന് ഖുർആൻ ഓതാൻ പറ്റൂല, കക്കൂസും ദിക്റെല്ലാം പറ്റൂല. ആയിക്കോട്ടെ, അവൻ കക്കൂസിക്ക് കയറി ക്ലോസറ്റുമൊക്കെ ഇരുന്നതാ, അപ്പോൾ ആ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെഞ്ചുവേദനയായിട്ട് ഓൻ ഉറപ്പായി ഞാൻ മരിച്ച പണിയാകുവാണ്. ഇത് കക്കൂസല്ല ക്ലോസറ്റല്ല വെച്ചിട്ട് എന്താ കാട്ടുക? അതുപോലെ മരിക്കുമ്പോൾ ദിക്ർ ചെല്ലണ്ടേ? അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റൂലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിലുണ്ടാകണമെങ്കിൽ നാവ് കൊണ്ട് ശീലിച്ചത് ഹൃദയത്തിലേക്ക് പതിയണം. ഈ നാവ് കൊണ്ട് ചെല്ലണത് എന്തിനാ വെച്ചാൽ നാവിൽ സ്ഥിരമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാവ് കൊണ്ട് ചെല്ലണത്. ആ നാവല്ല പ്രധാനം, ദിക്റെ കൽബാണ് പ്രധാനം. കൽബിൽ അതങ്ങ് പതിയുക എന്നുള്ളതാണ്. അപ്പോൾ ശീലമായി കഴിഞ്ഞ് ഒന്ന് കൽബിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലി വരുത്താൻ കക്കൂസൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കൽബിൽ ദിക്ർ എടുക്കും. അവൻ്റെ കൽബിലാ ദിക്ർ എടുക്കണം. നാവുകൊണ്ട് ചെല്ലാൻ പറ്റാത്ത ഇടത്തിൽ നിന്നും കൽബിലാ ദിക്ർ എടുക്കും. അതാണ്. അപ്പോൾ അവനക്ക് അവിടുന്ന് ദിക്ർ, കൽബിൽ ദിക്ർ കിട്ടുകയും മരിക്കുന്ന സമയത്ത് ആ ദിക്ർ അവനക്ക് ഓർമ്മ വരും ചെയ്യും. അതിന് ഇതൊക്കെ പറയണത് എന്തിനാ വെച്ചാൽ കുറേ കേൾക്കുമ്പോഴെങ്കിൽ രണ്ട് ചെവി ഇങ്ങനെ കൂട്ടിച്ചാൽ അത് ഹൃദയത്തിൻ്റെ കോലാന്നാണ് അങ്ങനെ പറയപ്പെടാറുണ്ട്. ഈ ലവ് ചിഹ്നല്ലേ, ലവ് ചിഹ്ന ഹൃദയത്തിൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ചിഹ്നമാണ്. നമ്മൾ രണ്ട് ചെവി കണ്ട് കൂട്ടിച്ചാൽ ആ രൂപത്തിൽ വരും. കുറേ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കണ്ട് ചേരും എന്നാണ് അതിൻ്റെ ഒരു തത്വമായിട്ട് ആൾക്കാർ പറയാറുള്ളത്. എന്താട്ടെ, രണ്ട് ചെവി ഇങ്ങനെ കൂട്ടിച്ചാൽ ഒരു ലവ് ചിഹ്നട്ട മാതിരി ഉണ്ടാവും, ഹൃദയത്തിൻ്റെ രൂപം ഉണ്ടാവും. എന്തിനാണ്? ഹൃദയത്തിലേക്കുള്ള പ്രവേശനം ചെവിയാണ്. കുറേ കേൾക്കണം, കുറേ ക്ലാസ്സിൽ കേട്ട് ഇത്രയും കേട്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ പകർത്തിക്കൂടെ? അപ്പോഴാ ഇൽമ നാഫിയാവുക. അങ്ങനെ ഹൃദയത്തിലേക്ക് തറക്കണം. ദിക്ർ കൊണ്ടും അല്ലാഹുവിൻ്റെ ചിന്ത കൊണ്ടൊക്കെ മുനവ്വറായ പ്രകാശപൂരിതമായ കൽബുകളിൽ അള്ളാഹു നമ്മുടെ കൽബിനെയൊക്കെ മാറ്റി തരുമാറാവട്ടെ. നമ്മളൊക്കെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.